കൃത്യമായൊരു അക്കാദമിക കൂട്ടുകൊലയാണ്. ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറാണ്. ചർച്ചയിൽ എന്തൊക്കെ തീരുമാനങ്ങളാണ് ഉണ്ടായത്? ചർച്ചയിൽ മുഖ്യമായും 5 തീരുമാനങ്ങളാണ് വന്നത്. ഒന്ന്, ഇയർ ബാക്ക് സംവിധാനം മുഴുവനായി എടുത്തു കളയും, ഇയർ ബാക്കായ കുട്ടികളെ തിരിച്ചെടുക്കും എന്നുള്ള തീരുമാനമായിട്ടുള്ളത്. രണ്ടാമതായിട്ട് മുഴുവൻ പാർട്ടി കൗൺസിലുകളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് എല്ലാ സംഘടനാ നേതാക്കളെയും വിദ്യാർത്ഥി നേതാക്കളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കൗൺസിൽ മീറ്റിംഗ് എന്ന ഘടന ശക്തമാക്കും. മൂന്നാമത്തേതായി എക്സാമിൻ്റെ പരീക്ഷാ ഫീസുകൾ 5000 രൂപ 6000 രൂപ എന്ന പരീക്ഷാ ഫീസുകൾ ക്രമാതീതമായി 1000 രൂപയ്ക്ക് താഴെ എല്ലാ വിദ്യാർത്ഥികൾക്കും താങ്ങാനാവുന്ന രീതിയിൽ കുറയ്ക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. മിർച്ചി മർപ്പുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഈ ചർച്ചയിൽ ഉയർന്നില്ലേ? മിർച്ചി മർപ്പുമായി മരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ചയിൽ ഉയർന്നു. സ്വാഭാവികമായിട്ടും അതിനുള്ള പ്രാഥമികമായി മാനേജ്മെൻറ്റ് ചെയ്യേണ്ട കാര്യങ്ങളുടെ പിന്നാലെയാണ് അവരെന്ന് പറഞ്ഞു. പക്ഷേ പോസ്റ്റ്മോർട്ടം എന്ന ഒരു ഔദ്യോഗിക പ്രക്രിയ കഴിയാതെ അതിൽ പൂർണ്ണമായൊരു അഭിപ്രായം പറയാനോ അല്ലെങ്കിൽ ഇത് ഇന്ന കാരണത്താലാണെന്ന് പറയാനോ ഇന്ന കാരണത്താൽ ഇന്ന കാര്യം ചെയ്തില്ല എന്ന് പറയുന്നത് പോസ്റ്റ്മോർട്ടം മര്യാദ കഴിയുന്നതുവരെ മിണ്ടാതിരിക്കുന്നതാണ് ഉചിതം എന്ന രീതിയിൽ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം കൗൺസിൽ മീറ്റിംഗ് വിളിച്ച് അതിന് കൃത്യമായ മറുപടി ലഭിക്കുമെന്ന് പറഞ്ഞു. നാലാമതായി നമ്മൾ പറഞ്ഞ ഡിമാൻഡാണ് അന്യസംസ്ഥാനത്ത് നിന്ന് വരുന്ന വിദ്യാർത്ഥികളെ പരിഗണിച്ചുകൊണ്ട് കൗൺസിൽ ആൻഡ് ഗ്രീവൻസ് സെല്ല് ശക്തമാക്കും. അഞ്ചാമതായി പറഞ്ഞ കാര്യമാണ് ഇവിടെ അങ്ങനെ അഞ്ചാമതായി പറഞ്ഞ കാര്യമാണ് ഇവിടെ നിലവിൽ സമരത്തിനായി ഒത്തുകൂടിയ വിദ്യാർത്ഥികൾക്കെതിരെ യാതൊരുവിധ അച്ചടക്ക നടപടിയും ഉണ്ടാവില്ല എന്നുള്ള 5 കാര്യങ്ങളാണ് നമ്മൾ മുന്നോട്ട് വെച്ചത്. 5 കാര്യങ്ങളും വ്യക്തമായി അംഗീകരിച്ചിട്ടുണ്ട്. ഈ 5 കാര്യങ്ങൾ മീറ്റിംഗ് മിനിറ്റ്സിൽ എഴുതിയിട്ടുണ്ട്. മീഡിയയുടെ മുമ്പിൽ ഓപ്പണായി പറഞ്ഞിട്ടില്ല. അടുത്ത കൗൺസിലിംഗ് മീറ്റിംഗിന് ശേഷം മീഡിയയും വിദ്യാർത്ഥികളെയും പബ്ലിക്കലി അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഒരു പബ്ലിക് അസംബ്ലി വിളിച്ചിട്ട് പ്രിൻസിപ്പൾ അവതരിപ്പിക്കുന്നതാണ്. അതേപോലെ തന്നെ മരിച്ച ഞങ്ങളുടെ സഹപാഠിയെക്കുറിച്ച് ഒരു പോസ്റ്റ്മോർട്ടം നടപടി കഴിയുന്നത് വരെ മിണ്ടാതിരിക്കുന്നതാണ് ഉചിതം. അതിൻ്റെ മര്യാദ അതാണെന്ന് പാലിച്ചുകൊണ്ട് നമ്മൾ ആ കാര്യത്തിൽ മരണത്തിൽ അന്വേഷണം നടത്തണമെന്നുള്ള ആവശ്യം ഒരു കൂട്ടം വിദ്യാർത്ഥികൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ടല്ലോ. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് സമരത്തിന് നേതൃത്വം നൽകിയ ആളുകൾക്ക് എന്താണ് പറയാനുള്ളത്? ഇത് കൃത്യമായൊരു അക്കാദമിക കൂട്ടുകൊലയാണ്. ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻ നൽകിയിട്ടുള്ള ഒരു സ്ട്രെസ്സിൽ നിന്നുണ്ടായിട്ടുള്ള സാധനമാണ്. ഇതിൻ്റെ കാരണങ്ങളും ഇതിൻ്റെ സൊല്യൂഷൻസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത് തീർത്തും ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറാണ്. ഇതിനെതിരെ കൃത്യമായ അന്വേഷണങ്ങളും അതേപോലെ തന്നെ കുറ്റക്കാർക്കെതിരെ നടപടിയും ഉണ്ടാകണമെങ്കിൽ അങ്ങനെ ഉണ്ടാകണമെന്ന് തന്നെയാണ് നമ്മളും പറയുന്നത്. എന്നിരുന്നാലും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകുന്നതുവരെ അതിലൊരു കൃത്യമായ ഒഫീഷ്യൽ മറുപടി മാനേജ്മെൻറ്റ് തരാൻ കഴിഞ്ഞിട്ടില്ല. അതിനുശേഷം നമ്മൾ കൗൺസിൽ മീറ്റിംഗ് കൂടുന്നതാണ്. ഈ ഒരു ഓണം വെക്കേഷന് മുമ്പ് തന്നെ കൗൺസിൽ മീറ്റിംഗ് കൂടുന്നതാണ്. അപ്പോൾ തന്നെ മറുപടിയും ലഭിക്കുന്നതാണ്. ഈ വിഷയം പൂർവാധികം ശക്തിയോടെ അതിൽ ഉന്നയിക്കുന്നതാണ്.